അച്ഛന്റെയോ അമ്മയുടെയോ സിനിമാ പാരമ്പര്യത്തിലൂടെ സിനിമയിലെത്തിയവരാണ് സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക നടീനടന്മാരും. അതിൽ സിനിമയിൽ ശോഭിച്ചവരും ശോഭിക്കാത്തവരുമുണ്ട്. സിനിമാ മേഖലയിൽ ഉറച്ചു നിൽക്കുവാനുള്ള പാരമ്പര്യമുണ്ടായിട്ടും ക്ലച്ച് പിടിക്കാതെ പോയ നടിമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്നാൽ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനു ശശി 2004 പുറത്തിറങ്ങിയ സിംഫണി എന്ന മലയാള സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന താരമാണ് അനു ശശി. തുടർന്ന് അതേ വർഷം തന്നെ നടൻ പ്രസന്നയുടെ നായികയായി കാതൽ.com എന്ന സിനിമയിലും അനു ശശി അഭിനയിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമാവുകയാണ് ചെയ്തത്. ഈ പറയുന്ന അനു ശശി മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ IV ശശിയുടെയും ഒരു കാലത്ത് മലയാള സിനിമയുടെ മുൻനിര നായികയുമായിരുന്ന സീമയുടെയും മകളാണ്. അച്ഛനും അമ്മയ്ക്കും സിനിമാ പാരമ്പര്യം ഉണ്ടായിരുന്നിട്ട് കൂടി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ അനു ശശിക്കായില്ല. പാർവതി രതീഷ് 2015 പുറത്തിറങ്ങിയ മധുരനാരങ്ങ എന്ന മലയാള സിനിമയിൽ കുഞ്ചാക്ക ബോബന്റെ നായികയായിട്ടാണ് പാർവതി രതീഷ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. താമര എന്ന ശ്രീലങ്കൻ തമിഴ് കുട്ടിയായാണ് പാർവതി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ സിനിമയിലെ പാർവതിയുടെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും തുടർന്ന് 4 സിനിമകളിൽ മാത്രമാണ് പാർവതി അഭിനയിച്ചത്. എന്നാൽ ആ സിനിമകളിൽ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകളായില്ല. 2018 കല്ലായി FM എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം പാർവതി അഭിനയ രംഗത്തോട് ബൈ പറഞ്ഞു. ഒരു കാലത്ത് മലയാള സിനിമയുടെ നടനും വില്ലനും സഹനടനും ഒക്കെയായി തിളങ്ങിയ രതീഷിന്റെ മകളാണ് പാർവതി രതീഷ്. അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലെത്തിയ പാർവതിക്ക് മലയാള സിനിമയിൽ അധിക നാൾ പിടിച്ചു നിൽക്കാനായില്ല. മാനസ 2007 പുറത്തിറങ്ങിയ അമൽ നീരജ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ബിഗ് ബിയിലൂടെയാണ് മാനസ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അതേ വർഷം തന്നെ പൃഥ്വിരാജ് നായകനായി എത്തിയ കാക്കി എന്ന സിനിമയിൽ നായികയായി മാനസ എത്തിയിരുന്നു. എന്നാൽ ബിഗ് ബിയിൽ ശ്രദ്ധിക്കപ്പെട്ട പോലെ കാക്കി എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ മാനസയ്ക്ക് കഴിഞ്ഞില്ല. ശേഷം 2008 പുറത്തിറങ്ങിയ കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിലും മാനസ അഭിനയിച്ചിരുന്നു. തുടർന്ന് തമിഴിലും തെലുങ്കിലും ഏതാനും സിനിമകൾ അഭിനയിച്ച മാനസയെ പിന്നീട് സിനിമകളിലൊന്നും തന്നെ കാണാതായി. ഇപ്പോൾ ഏതാനും ചില തമിഴ് സീരിയലുകളിൽ മാനസ അഭിനയിക്കുന്നുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയുടെ നായികയായിരുന്ന കനകദുർഗയുടെ മകളാണ് മാനസ. രാമു കാരാട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന സിനിമയിലൂടെയാണ് കനകദുർഗ മലയാള സിനിമയിൽ എത്തുന്നത്. തുടർന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കനകദുർഗയ്ക്ക് സാധിച്ചു. എന്നാൽ അമ്മ കനകദുർഗയെ പോലെ ശ്രദ്ധിക്കപ്പെടുവാൻ മകൾ മാനസയ്ക്ക് സാധിച്ചില്ല. മാനസയുടെ അച്ഛൻ ഹേമചന്ദ്രനും ഒരു ക്യാമറാമാനാണ്. കാർത്തിക നായർ 2011 പുറത്തിറങ്ങിയ മകരമഞ്ഞ് എന്ന സിനിമയിലൂടെയാണ് കാർത്തിക മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് ജോഷ്, കോ എന്നീ തമിഴ് ചിത്രങ്ങളിൽ കാർത്തിക നായികയായി എത്തിയിരുന്നു. ഇതിൽ കോയിലെ കാർത്തികയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മകരമഞ്ഞിനു ശേഷം മമ്മൂട്ടിക്കും ദിലീപിനുമൊപ്പം കമ്മത്താൻ കമ്മത്തിലാണ് കാർത്തിക അഭിനയിച്ചത്. തുടർന്ന് ഏതാനും ചില തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ച കാർത്തിക 2015 ശേഷം സിനിമയിൽ സജീവമല്ലാതെയായി. ഒരു കാലത്ത് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ രാധയുടെ മകളാണ് കാർത്തിക. 1981 മുതൽ 1991 വരെയുള്ള കാലത്ത് തെന്നിന്ത്യൻ നായികമാരിൽ ഒരു പ്രധാന നായികയായിരുന്നു രാധ. ഏതാനും മലയാളം കന്നഡ ചിത്രങ്ങളിലും രാധ അഭിനയിച്ചിട്ടുണ്ട്. രാധയുടെ സഹോദരി അംബികയും അക്കാലത്തെ സൂപ്പർ താരമായിരുന്നു. എന്നാൽ രാധികയുടെയും അംബികയുടെയും പാത പിന്തുടർന്നെത്തിയ കാർത്തികയ്ക്ക് സിനിമയിൽ ശോഭിക്കാൻ സാധിച്ചില്ല. ഉമാശങ്കരി 2000 തമിഴ് സിനിമയിലൂടെയായിരുന്നു ഉമാശങ്കരിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടർന്ന് തമിഴിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഉമാശങ്കരി 2002 ദിലീപിന്റെ നായികയായി കുബേരനിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി. അതേ വർഷം തന്നെ വസന്തമാളിക എന്ന മലയാള ചിത്രത്തിലും ഉമ നായികയായി എത്തി. തുടർന്ന് തിലകം, സഫലം, ഈ സ്നേഹതിരുത്ത് എന്നീ മലയാള സിനിമകളിലും ഉമ അഭിനയിച്ചിരുന്നു. എന്നാൽ ഒരു മുൻനിര നായികയായി വളർന്നു വരാൻ ഉമാശങ്കരിക്ക് കഴിഞ്ഞിരുന്നില്ല. 1974 മുതൽ 1986 വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാള ഭാഷകളിൽ നായികാവേഷങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന സുമിത്രയുടെ മകളാണ് ഉമാശങ്കരി. ആ കാലഘട്ടത്തിൽ കമലഹാസന്റെയും രജനീകാന്തിന്റെയും നായികയായി വരെ സുമിത്ര അഭിനയിച്ചിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അമ്മ സുമിത്രയെ പോലെ ഒരു മുൻനിര നായികയായി അറിയപ്പെടാൻ ഉമാശങ്കരിക്ക് സാധിച്ചില്ല. ഇവരൊക്കെയാണ് അച്ഛന്റെയോ അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയ നടിമാർ. ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടി ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.